ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തതോദയതേ വിവേകഃ. വിഗതസകലഭേദം സ്വപ്രകാശേന വേദ്യം ബഹിരപി ഹൃദി പൂർണ്ണം ശാന്തബോധസ്വഭാവം പ്രകൃതിവികൃതിഹീനം ബന്ധമുക്ത്യോർവിമുക്തം ഹൃദി കലയ സദൈവ ശുദ്ധബുദ്ധ്യാ ച ഭക്ത്യാ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാന തിമിരാരുണഃ. ഹരി ഓം ഹരി. മംഗളസ്തുതിയും പ്രാർത്ഥനയുമാണ് ഞാൻ ഇതുവരെ ചൊല്ലിയത്. ഇനി നമ്മുടെ തത്വപ്രവചനം തുടങ്ങുന്നതിന് മുൻപായി നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടായി ഒരു തപോനുഷ്ഠാനം നടത്തണം. അതെന്ത് തപസ്സാണ് നമുക്ക് കൂട്ടായി ഒരുമിച്ച് ചെയ്യാൻ പറ്റുക? വായ കൊണ്ടുള്ളതേ പറ്റുള്ളൂ, വാചികം. അതിലേറ്റവും വിശേഷപ്പെട്ടതാണ് എന്ത്? ഓംകാരം എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട പ്രതീകം. മനുഷ്യമുഖത്തിൽ നിന്ന് നിർഗളിക്കുന്ന ദി എൻറ്റയർ ഗാമറ്റ് ഓഫ് നോളജ്, അറിവ് മുഴുവനും പ്രതിനിധാനം ചെയ്യുന്നതാണ് ആ ഉ എന്ന് പറയുന്ന 3 സ്വരങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാവുന്ന ഓംകാരം. അതിന് വിശേഷപ്പെട്ട അർത്ഥമാണ്. പരബ്രഹ്മത്തിൻ്റെ പ്രതീകം, ഒരു ശബ്ദപ്രതീകമുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ ഓംകാരമാണ്. ഈ ഓംകാരമാണ് വേദത്തിൽ മുഴുവൻ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക. അത് ഒരു തവണയെങ്കിലും ജപിച്ചാൽ നമ്മുടെ ജീവനും ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉണ്ടാകുന്ന നേട്ടം വളരെ വിശേഷപ്പെട്ടതാണ്. അമേരിക്കയിലെ ഒരു കാർഡിയോളജിസ്റ്റ് പറയുണ്ടായി, ഞാൻ കേട്ടു, നമ്മുടെ ബയോളജിക്കൽ ഹാർട്ടുണ്ടല്ലോ, ഹൃദയം, ആ ഹൃദയത്തിന് ആയുർദൈർഘ്യമുണ്ടാവുന്ന പറയണേ ഓംകാരം കൊണ്ട്. പീനിയൽ ഗ്ലാൻഡിൽ നിന്നുള്ള മെലറ്റനിൻ സെക്രീഷൻ വർദ്ധിച്ചും അതിന് വളരെയധികം യുവത്വം നൽകാനും ബുദ്ധി സംവേദനക്ഷമത നൽകാനുമൊക്കെ ശക്തിയുണ്ട്. ക്യാൻസറിന് പ്രതിരോധം, ഇമ്മ്യൂണിറ്റി, വാർദ്ധക്യ സഹജമായ ദൗർബല്യത്തിനെതിരെ അതിനുമുണ്ട്. പിന്നെ മനസ്സിന് സംഘർഷമില്ലാതെ ഇരിക്കാൻ. ഇങ്ങനെ എത്രയോ ഗുണങ്ങളാണ് ഈ ഒരു ഒറ്റ അക്ഷരത്തിന്, സ്വരത്തിനുള്ളത്. അക്ഷരം എന്നും കൂടി പറഞ്ഞുകൂടെ, സ്വരം. അതാണ് ഞാൻ എവിടെ പോയാലും 2-3 തവണ ജപിച്ച് എല്ലാവരോടും കൂടെ ജപിക്കാൻ പറയും. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ആരെങ്കിലും പുതിയതുണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പിന്നെ നമുക്കൊരു ആവർത്തനം നല്ലതുമാണല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും കണ്ണടച്ചിരിക്കുക. ആദ്യം ആകാവുന്നിടത്തോളം നിവർന്നിരിക്കുക, കഷ്ടപ്പെടണ്ട. കൈ കോർത്ത് മടിയിൽ വയ്ക്കുക. എന്നിട്ട് ഹൃദയവും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. നിങ്ങളുടെ ജപത്തിന് നല്ല ശബ്ദം വേണം. മൈക്കിലൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നതിനെ കവച്ചു വയ്ക്കുന്ന ഒരു കൂട്ടശബ്ദം നിങ്ങളുടെ എനിക്ക് കേൾക്കാൻ പറ്റിയാലേ കൃതാർത്ഥത തോന്നുള്ളൂ. എല്ലാവരും ശരിയായിക്കോളൂ, നമുക്ക് തുടങ്ങാം. ഹരിഹി ഹരിഹി. ഓ
എന്താ നിങ്ങൾ ആരും ജപിച്ചില്ലേ? ഇത്ര അധികം ആൾക്കാർ എല്ലാവരും കൂടി ജപിച്ചാൽ വൈകുണ്ഠവും കൈലാസവും ഒക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരും. ഒന്ന് ജപിക്കാൻ അവസാനം എനിക്ക് ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ടി വരും. എന്തെത്ര മടി? ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ? കേൾക്കാൻ. എന്നെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ 3 തവണ ജപിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മടി? എന്നാൽ ഞാനും സംസാരിക്കില്ല. ഇതാ ഓ നന്നായി, പക്ഷേ പോരാ, മുഴുവനായിക്കോട്ടെ. ഇതാ വരും തലമുറകൾക്കും പൂർവ്വതലമുറകൾക്കും എല്ലാവർക്കും ഒരു ഭാഗത്ത് കൃതജ്ഞത, മറുഭാഗത്ത് സന്തോഷവും കൃതാർത്ഥതയും ഒക്കെ ഉണ്ടാക്കത്തക്ക വിധത്തിൽ ജപിക്കുകയുണ്ട്. ഒരു തപസ്സാണത്. ഇതാ ഓ ഹരി ഓം തത്സ. ജയഗുരു. ഭാരതജനനിയുടെ സത്പുത്രന്മാരെ, സത്പുത്രിമാരെ, ആത്മജ്ഞാന കുതുകികളെ, ഭക്തജനങ്ങളെ, കുറേ കൊല്ലങ്ങളായല്ലോ നമ്മൾ തമ്മിലുള്ള ഈ സമാഗമം. ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായങ്ങളാണ്. 18 വർഷം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഭഗവത്ഗീത കേട്ടത് നമ്മുടെ തേറമ്പിൽ ശ്രീമാൻ രാമകൃഷ്ണൻ പറഞ്ഞ മാതിരി അതിനപ്പുറം കേൾക്കാനുള്ളൊരു ഗ്രന്ഥം വേണം. ഭഗവത്ഗീത പ്രസ്ഥാനത്രയത്തിൽപ്പെട്ടതാണ്. പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞത് പലരും അത് കേട്ടിട്ടുണ്ടാവില്ല ആ ശബ്ദം. പ്രസ്ഥാനം എന്നുള്ളതിന് അർത്ഥം ഒരു യാത്ര, ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു യാത്ര എന്നാണ്. ഈ പ്രസ്ഥാനത്രയത്തിലുള്ളത് ബുദ്ധിയുടെ വിജ്ഞാന യാത്രയാണ്. അതിൽ പ്രഥമ ഗ്രന്ഥങ്ങളാണ് നമ്മുടെ വേദോപനിഷത്തുകൾ, ഉപനിഷത്തുകൾ. പിന്നെയുള്ളതാണ് ഭഗവത്ഗീത. അതിനപ്പുറമുള്ളതാണ് ബ്രഹ്മസൂത്രം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ ഉപനിഷത്തുകൾ എപ്പോഴാണ് എഴുതിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചരിത്രാതീത കാലമാണ്. അപ്പോൾ ചരിത്രാതീത കാലം ഒന്ന് കൂടിയാലോ കുറഞ്ഞാലോ വ്യത്യാസമൊന്നുമില്ലല്ലോ. ചരിത്രം ഏതാണ്ട് ക്രിസ്തുവർഷം തുടങ്ങുന്നതിന് മുൻപ് 500 കൊല്ലം 600 കൊല്ലം വരെയുള്ള ചരിത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങൾ ബഹുസഹസ്രങ്ങൾ പിന്നിടുന്ന ഗ്രന്ഥങ്ങളാണ്. ഉപനിഷത്തുകൾ എപ്പോഴാണ് എഴുതിയത്, പറഞ്ഞത്, കേട്ടത്, ചൊല്ലിയതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നീടാണത് എഴുത്തു രൂപത്തിൽ രേഖപ്പെടുത്തിയത്. ആ ഉപനിഷത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത ഉണ്ടായത് എപ്പോഴാണ്? 5000 ചില്ലാനം കൊല്ലം മുൻപാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായ ഡൽഹിയിൽ നിന്ന് ഒരു 100-160 കിലോമീറ്റർ ദൂരെയാണ് ഈ കുരുക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ ഭഗവത്ഗീത സംവാദം, മഹാഭാരത യുദ്ധമൊക്കെ ഉണ്ടായത്. ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ്. മഹാഭാരതം ചിത്രീകരിക്കുന്നത് മുഴുവനും അന്ന് രാജ്യം ഭരിച്ചിരുന്ന ഹസ്തിനപുര വംശമുണ്ടല്ലോ. നമുക്ക് സൂര്യവംശം, ചന്ദ്രവംശം എന്ന് 2 വംശങ്ങളാണ്. അതിൽ സൂര്യവംശത്തിൽപ്പെട്ട ആളാണ് ശ്രീരാമൻ, ദശരഥൻ എല്ലാവരും. ആ ശ്രീരാമൻ്റെ ചരിത്രമാണ് വാൽമീകി മഹർഷി ആദ്യമായി രേഖപ്പെടുത്തിയത്. നമ്മുടെ മുൻപിലുണ്ട്. അദ്ദേഹം എഴുതിയ അതേ ഗ്രന്ഥത്തിൻ്റെ അതേ അക്ഷരങ്ങൾ, വാക്കുകൾ എല്ലാമാണ് നമ്മൾ ഇന്നും വായിക്കുന്നത്. അപ്പോൾ ആ ഭാഷയ്ക്ക് എത്ര പഴക്കമുണ്ടെന്ന് ആലോചിക്കൂ. ഇത്ര കാലമായി അന്ന് എഴുതിയ ഭാഷ അന്നവർ വായിച്ച് മനസ്സിലാക്കിയതുപോലെ ആധുനിക ജനതയും വായിച്ച് മനസ്സിലാക്കുന്നു എന്ന് വരുമ്പോൾ ആ ഭാഷയിലുള്ള വൈശിഷ്ട്യം എത്രയുണ്ടെന്ന് നിങ്ങളെല്ലാവരും തല പുകഞ്ഞ് ആലോചിക്കണം. ഭാരതത്തോട് സ്നേഹവും ഭാരതത്തോട് സാംസ്കാരിക ചാരിത്രവും നമുക്കുണ്ടാകണമെങ്കിൽ ആ ഭാരതത്തിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാവണം. മനുഷ്യരിൽ നിന്ന് എന്നും നമുക്ക് ശാശ്വതമായി പ്രതീക്ഷിക്കാവുന്നതാണ് അറിവ്. അത് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെയൊക്കെയാണ് സാഹിത്യ സൃഷ്ടികൾ എന്ന് പറയുക. അപ്പോൾ ആ വേദസൃഷ്ടികൾ, ഉപനിഷത്ത് സൃഷ്ടികൾ ചരിത്രാതീത കാലം മുതൽക്കുള്ളതാണ്. അവിടെ പലയിടങ്ങളിലുമായി പ്രഖ്യാപിച്ചതും വെളിപ്പെടുത്തിയതുമായ തത്വങ്ങളുണ്ടല്ലോ. ആ തത്വങ്ങളെ ഒരളവ് വരെ ക്രോഡീകരിച്ച് പ്രസൻറ്റ് ചെയ്തതാണ് കൃഷ്ണൻ പെട്ടെന്ന്.
അതാണ് ഗീതാ സംവാദം. ഈ ഗീത പറയുന്നതിന് മുൻപ് നടന്നതും യുദ്ധവൃത്താന്തങ്ങളാണ്. ഗീത പറഞ്ഞതിന് ശേഷം പിൻപ് നടന്നതും യുദ്ധവൃത്താന്തങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഈ സംവാദം മാത്രം നിൽക്കുന്നു. ഭഗവത്ഗീതയുടെ തുടക്കം എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും യുദ്ധം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ പ്രവേശിച്ച് എന്ത് ചെയ്തു സഞ്ജയ എന്നൊരു ചോദ്യത്തിലാണ് ഭഗവത്ഗീതയുടെ തുടക്കം. ഞാൻ എപ്പോഴും പറയും ഭഗവത്ഗീത ഒരു ഭരണശാസ്ത്രമാണെന്ന്, ഒരു മതശാസ്ത്രമല്ല അത്. നമുക്ക് മതം എന്നൊരു വാക്കേ ഇല്ല. ആ വാക്കിനർത്ഥം അഭിപ്രായം എന്നാണ്. നമുക്കുള്ളത് സിദ്ധാന്തങ്ങളും ധർമ്മവുമാണ്. മനുഷ്യജീവനെയും മനസ്സിനെയും ബുദ്ധിയെയും സന്ധാരണം ചെയ്യുന്ന എന്തെങ്കിലും സിദ്ധാന്തങ്ങളോ പദ്ധതികളോ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ധർമ്മം. ഇംഗ്ലീഷിൽ റിലിജൻ എന്നൊരു വാക്ക് വന്നത് ആദ്യമായിട്ട് ലാറ്റിൻ വന്നത് 1700-ാം ആണ്ടിലാണ്. അത് കഴിഞ്ഞ് അത് പ്രായോഗികമായി യൂസ് ചെയ്യാൻ തുടങ്ങിയത് വളരെ ലേറ്റായിട്ടാണ്. റിലിജൻ എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായി ഡിക്ഷണറിയിൽ പ്രവേശിച്ചത്. ഡിക്ഷണറി ആദ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഗംഗാനദീ തീരത്ത് നമുക്ക് കണക്കാക്കാൻ പറ്റാത്തത്ര മുൻകാലത്ത് ഉടലെടുത്തിട്ടുള്ള വേദചിന്തകൾ, വേദാന്ത വിജ്ഞാപനം, ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ മതം എന്ന് പറയുക? അതാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഹിന്ദുമതം ഒരു മതമല്ല, അതൊരു ജീവിത പദ്ധതിയാണ്. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. മതം എന്ന് പറഞ്ഞ് കണക്കാക്കിക്കൂടാന്ന്. നമ്മൾ വാക്ക് കിട്ടാതെ പലതും പറയും മതനിരപേക്ഷം എന്ന്. എന്ത് മതനിരപേക്ഷം? അതേപോലെ ധർമ്മനിരപേക്ഷം എന്നവർക്ക് പറയാൻ പറ്റുമോ? ഹൈക്കോടതിയിലെ ശ്രീമാൻ രവീന്ദ്രൻ പറഞ്ഞത് എന്താ? എൻ്റെ മുൻപിൽ വലിയ ഒരു ചോദ്യമുണ്ട്, ന്യായാധിപ ചോദ്യം. ആ ചോദ്യം ഉണ്ട് എന്ന് പറയണത് ധർമ്മചോദ്യമാണത്, ധാർമ്മികമാണ് ആ ചോദ്യം. ആ ധാർമ്മികമായ ഒരു ജഡ്ജ്മെൻ്റ് അല്ലേ നമ്മളെല്ലാ കാര്യത്തിലും ആവശ്യപ്പെടുന്നത്. എന്താ കോടതിക്ക് പേര്? നീതിന്യായ കോടതി എന്നാ. മതക്കോടതി എന്നൊന്നുമല്ല പേര്. നീതിയും ന്യായവുമാണ് പരമം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്. ഭൂമി ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിൽ, സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടെങ്കിൽ, ഒരു കോട്ടവും കുറവും കൂടാതെ 24 മണിക്കൂറും 365 ദിവസവും ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു അധിഷ്ഠാന നിയമം, സിദ്ധാന്തം ഉണ്ടാവണം. ആ സിദ്ധാന്തം മനുഷ്യ മനസ്സിനെയും ബുദ്ധിയെയും സംബന്ധിച്ചിടത്തോളം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഭാഷയിൽ ധർമ്മം. നമ്മുടെ ധർമ്മത്തിൻ്റെ കീഴിൽപ്പെടാത്ത ഒരു കാര്യവുമില്ല. സർവ്വകാര്യവും ധർമ്മത്തിൻ്റെ കീഴിൽപ്പെടും. മനുഷ്യജീവിതത്തെ സ്പർശിച്ച് നിൽക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ നമ്മൾ ധർമ്മപരിഗണന നൽകിയേ തീരുള്ളൂ. അപ്പോൾ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത് യുദ്ധം ചെയ്യിക്കാനാണ്. തസ്മാത് യുദ്ധസ്വ ഭാരത. എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യല്ലോ എന്ന് പറഞ്ഞു. ഇത് മഹാപാപമാണ്, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ആര്? അർജുനൻ. എന്നിട്ട് എന്ത് ചെയ്തു? അമ്പും വില്ലും താഴത്ത് വെച്ച് ഇരുന്നു. രഥത്തിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുക, ഇരുന്നു കൊണ്ടല്ല. ആ രഥത്തിൽ ഇരുന്നു. ആ അർജുനനെ എഴുന്നേൽപ്പിക്കണം, അമ്പും വില്ലും കയ്യിലെടുപ്പിക്കണം, 18 ദിവസം നീണ്ടു നിന്ന യുദ്ധം ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് കൃഷ്ണൻ തസ്മാത് യുദ്ധസ്വ എന്ന് പറഞ്ഞ് വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടും പറഞ്ഞത് എന്താ? ജേതാശിരണേ സപത്നാൻ. ഈ യുദ്ധം നടക്കാൻ പോകുന്നത് ഞാൻ നിനക്കിതാ കാണിച്ചു തരുന്നു. നീ ഒരാളെ കൊണ്ടുണ്ടാവുന്നതല്ല ഈ യുദ്ധം. ഭീഷ്മദ്രോണാദികളടക്കം ദാ കണ്ടോളൂ, അവരെങ്ങനെയാണ് മൃത്യുവക്തത്തിലേക്ക് പോകുന്നത് എന്ന് കണ്ടോളൂ. ഈ ലോകത്തിലുള്ളതെല്ലാം തന്നെ നശിക്കാനുള്ളതാണ്. നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ആ നിലനിൽപ്പ് നാശത്തിലേക്ക് നീട്ടുന്നതാണ്. പക്ഷേ ആ നാശം ഉപരിപ്ലവമാണ്. ആന്തരമായി ഒരു വസ്തുവും നശിക്കില്ല എന്നതാണ് ആദ്യമായി ഉപദേശിച്ചത്. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ആദ്യമായിട്ട് മനുഷ്യനൊരു ഐഡൻറ്റിറ്റി,
ഒരു സ്വത്വം, ഒരു അസ്മിത ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പുറപ്പെട്ട് അവസാനം എന്താ അർജുനൻ പറഞ്ഞത്? അങ്ങ് പറഞ്ഞത് കേട്ടു, ഞാൻ പറഞ്ഞത് കേട്ടു അർജുന, മനസ്സിലാക്കിയോ, ഗ്രഹിച്ചോ, എന്താ തീരുമാനം ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലായി, ഞാൻ അങ്ങ് പറയുന്നത് പോലെ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത അവസാനിക്കുന്നത്. ഇനി സഞ്ജയൻ അവസാനിപ്പിച്ചത് എങ്ങനെയാ? പ്രവക്താവ് എവിടെ ധാർമ്മിക കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി പ്രാവർത്തിക രൂപത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ തരാനുള്ള കൃഷ്ണനെപ്പോലെ ഒരാൾ, യോഗമറിഞ്ഞ ആളുണ്ടോ, അർജുനനെ പോലെ ഒരാൾ ആ ഗാണ്ഡീവം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ, ഇവർ രണ്ടാളുമുള്ള സ്ഥലത്തെ നീതിയും മര്യാദയും നടപാടിയും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഭഗവത്ഗീതയിൽ എവിടെയാ യുദ്ധമല്ലാത്ത ഒരു പ്രസക്തി നിങ്ങൾക്ക് കാണാൻ പറ്റുക? എന്നിട്ട് അതിനെ മതഗ്രന്ഥം എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിന് വല്ലാത്ത വിഷമമുണ്ട്. ഇക്കൊല്ലം ഞാൻ പോയി സംസാരിച്ചിടത്ത് മുഴുവനും സുപ്രീം കോടതിയിൽ നിന്ന് 4-5 ജഡ്ജിമാർ വന്നിരുന്ന ആ തീൻമൂർത്തി ഭവനിന് ഞാൻ ഒരു മെമ്മോറിയൽ ടോക്ക് കൊടുക്കുന്ന അവിടെയും വിഷയം ഭഗവത്ഗീത ഒരു ചരിത്ര ഗ്രന്ഥമാണ്. മഹാഭാരതം കുരുവംശത്തിൻ്റെ താഴ്ചയും അധപ്പതനവും നാശവും വിവരിക്കുകയാണ് വ്യാസൻ ചെയ്യുന്നത്. സാധാരണ ചരിത്രം എഴുതുന്നത് പണ്ട് സംഭവങ്ങളെ ആർക്കൈവ്സിൽ പോയി പല പുസ്തകങ്ങളും നോക്കി എഴുതുന്ന ഒരു ചരിത്രമാണ്. എന്നാൽ രാമായണം വാൽമീകി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ജീവിതത്തിൻ്റെ ചരിത്രമാണ്. നിങ്ങളിത് കേൾക്കണുണ്ടോ? ഉവ്വ കൂട്ടരെ, ഒന്നും മനസ്സിലാക്കണപ്പാ. ലോകത്തിൽ നല്ലവൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയരുത് നാരദ മഹർഷിയെ. അങ്ങ് എല്ലാ ദിക്കിലും പോകുന്ന ന്യൂസ് പേപ്പർ റെപ്രസെൻറ്റേറ്റീവാണ്. ഒരു സ്ഥലത്തും അങ്ങയ്ക്ക് തടസ്സമില്ല. അപ്പം ഈ ലോകത്തിൽ ധീരനും വീരനും ത്യാഗിയും ന്യായത്തിൽ നിന്ന് കൊട്ടും പതറാത്തവനുമായ വല്ലവനും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നു എന്ന് പറയരുത്. നോക്കൂ ആ ചോദ്യം. ഒരു സംശയവുമില്ല ആർക്ക്? നാരദ മഹർഷിക്ക്. ഭാരതം എന്നും ധർമ്മപ്രസുവായേ ഇരുന്നിട്ടുള്ളൂ. ഉണ്ട്, എനിക്കറിയാം. വളർന്നു വരുന്ന കുട്ടിയാണ്. ദശരഥന് സീമന്തപുത്രനായി ജനിച്ച ശ്രീരാമനാണ്. ആ രാമൻ ഇത്ര കാലം നടന്നുകൊണ്ടിരുന്ന ചരിത്രം എനിക്ക് അറിയാവുന്നത് പറയാം. ബാക്കിയുള്ളത് അങ്ങ് നോക്കി മനസ്സിലാക്കി അത് വേണ്ടതുപോലെ ഒന്ന് പരിശോധിച്ചൊക്കെ നോക്കി അങ്ങ് ഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞു. നാരദ മഹർഷി പോയപ്പോൾ ധ്യാനിച്ചിരുന്ന് കുറേ കാര്യങ്ങൾ അദ്ദേഹവും മനസ്സിലാക്കി. അതിനുശേഷമാണ് എഴുതാൻ തുടങ്ങിയത്. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വാൽമീകി മഹർഷിയുടെ കുടീരത്തിൻ്റെ മുൻപിൽ ശ്രീരാമൻ പ്രത്യേകം നിർദ്ദേശം നൽകി. ഗർഭിണിയായിരിക്കുന്ന തൻ്റെ ഭാര്യ സീതയെ വാൽമീകി മഹർഷിയുടെ കുടീരത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി വിട്ടു മടങ്ങി വരൂ എന്നാണ് ലക്ഷ്മണനോട് പറഞ്ഞത്. ഒരു സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ അതിസുന്ദരി വന്നിരിക്കണു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞു, എൻ്റെ പൊന്നുമകളെ, ഞാൻ നിന്നെയോ നിൻ്റെ ഭർത്താവിനെയോ കുറ്റം പറയുന്നില്ല. നിനക്ക് ആവശ്യം ഇപ്പം രക്ഷയാണ്. എൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാർ നിനക്ക് വേണ്ടതുപോലെ ഗർഭിണിക്കുള്ള രക്ഷ നൽകും. പ്രസവരക്ഷയും എല്ലാം ഇവിടെ നടക്കും, ഞാൻ നടത്തിക്കൊള്ളാം, പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞു. ഇതാണ് മഹർഷി ഹൃദയം. ശ്രീരാമനെ പോലെ ഒരു രാജാവ് ഉപേക്ഷിച്ച സ്ത്രീയെ എടുത്തു വളർത്താൻ ഒറ്റ പൗരനും ഒരുങ്ങില്ല. ആ രാജകൽപ്പനയെപ്പോലും കവച്ചു വയ്ക്കാൻ ആർക്കെങ്കിലും സ്വാതന്ത്ര്യമോ അവകാശമോ ഉണ്ടെങ്കിൽ അത് മഹർഷിമാരാണ്. എന്താ അതിന് കാരണം? സാധാരണ മനുഷ്യരുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് രാഗദ്വേഷങ്ങൾ മുൻനിർത്തിയാണ്. മഹർഷിമാർ രാഗദ്വേഷങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നവരാണ്. ശമീക മഹർഷിയുടെ മകൻ ശൃംഗി അച്ഛൻ്റെ കഴുത്തിൽ ചെത്തപാമ്പിനെ കൊണ്ടിട്ടവന് 7-ാം ദിവസം ജീവിച്ചിരിക്കുന്ന സർപ്പം വന്ന് കടിച്ച് മരിക്കട്ടെ എന്ന് ശപിച്ചപ്പോൾ ആ ശാപവാർത്ത അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്താ? എൻ്റെ പൊന്നുമോനെ, ചെറിയൊരു കുറ്റത്തിന് നീ ഇത്ര വലിയ ശിക്ഷ നൽകിയല്ലോ. നമ്മൾ തപസ്വിമാരല്ലേ? ആ തപസ്വികൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതിരോധം ചെയ്യുന്ന സമ്പ്രദായമില്ലല്ലോ. നമ്മൾ സമബുദ്ധിയുള്ളവരല്ലേ? ന്യായം നോക്കി പ്രവർത്തിക്കുന്നവരല്ലേ? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ കേന്ദ്രബിന്ദു ഉണ്ടല്ലോ, ആത്മ, ആ അസ്മിത, ആ സ്വത്വം, അത് ഇതിലൊന്നും ബാധിക്കാത്തതല്ലേ എന്നാണ് മറുപടി പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? മുതുകത്ത് 2 തട്ടും തട്ടി ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും. നീ ചെയ്തത് ശരിയായില്ല എന്നാണ് പറയുന്നത് അച്ഛനവിടെ. നോക്കൂ കാര്യങ്ങൾ എവിടെ പോകണമെന്ന്. അപ്പോൾ ഈ ഭഗവത്ഗീതയിൽ മുഴുവൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എന്താ? ധർമ്മമാണ്. എന്ത് പ്രതിസന്ധി വന്നാലും, തൻ്റെ മുത്തശ്ശനെ പോലും കൊല്ലണമെന്ന് തോന്നിയാലും, കൊല്ലേണ്ട ഒരു സന്ദർഭം വന്നാലും അതിൽ നിന്ന് പിൻവലിയരുത്. പടക്കളത്തിൽ വരുന്നവരെ പട ചെയ്യാനാണ് വരുന്നത്. അവിടെ മറ്റ് ഗണനകൾക്ക് സ്ഥാനമില്ല എന്നാണ്. നമ്മുടെ ജഡ്ജ് ഒരു ചോദ്യം ചോദിച്ചു, എന്നിട്ട് അതിന് സ്വാമിജി മറുപടി പറയണമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതിന് മറുപടി പറയാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. എന്നാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മറുപടി പറയാം. ഞാൻ പറയട്ടെ? വേണമെങ്കിൽ വേണമെന്ന് പറയൂ, ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പറയില്ലേ. ഒന്നൊരു പെൺകുട്ടിയുടെ കാര്യമാണല്ലോ എനിക്ക് ഓർമ്മ വരണത്, ഞാൻ പറയാം. കാളിദാസൻ എന്നൊരു മഹാകവി ഉണ്ടായിരുന്നു. മഹാകവി. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ സത്യമോ അസത്യം പറയില്ല അദ്ദേഹം. അങ്ങനെ സ്വഭാവവും അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും, പ്രത്യേക അനുഗ്രഹവും അങ്ങനെയാണ്. ശകുന്തളയെ ആരും വളർത്താനില്ലാത്തപ്പോൾ വളർത്തി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും വളരെയധികം ആദർശമാണ്. വാൽമീകി സീതയെ വളർത്തിയതും കണ്ണു മഹർഷി ശകുന്തളയെ വളർത്തിയതും. ആ ശകുന്തള അനധികൃതമായി ജനിച്ച ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ജനിച്ചത് എങ്ങനെയാണെന്നുള്ളത് അച്ഛനമ്മമാരുടെ പ്രവൃത്തിയുടെ ഗുണോ ദോഷമാണ്. ജനിച്ച കുട്ടിക്ക് എന്താ? ഒരു വ്യഭിചാരിയുടെ കുട്ടിക്ക് നമ്മൾ കുറ്റം പറയരുത്. അമ്മയാണ് വ്യഭിചരിച്ചത്. കുട്ടിക്ക് എന്ത് പറ്റി? ആ കുട്ടിക്ക് എന്തെങ്കിലും അതിൽ പങ്കുണ്ടോ? ഇല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ ആ കുട്ടിയെ കുറ്റം പറയുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മുഖലക്ഷണങ്ങളിൽ നിന്നൊക്കെ എന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലായി. ഗർഭചിഹ്നങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ ദാസിമാർ പറഞ്ഞു, ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ദുഷ്യന്തൻ വന്നിരുന്നു എന്നൊക്കെ. ഉടനെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരാളോടും ചോദിച്ചില്ല. അന്നേ വരെ സ്നേഹവാത്സല്യത്തോടു കൂടി വളർത്തിക്കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ പറഞ്ഞയക്കുകയാണ് ദുഷ്യന്തൻ്റെ രാജധാനിയിലേക്ക്. എങ്ങനെയാ പറഞ്ഞയക്കണേന്നറിയോ? അസ്മാൻ സാധു വിചിന്യ സംയമധനാൻ ഉച്ചൈഃ കുലം ചാത്മനഃ ത്വയ്യസ്യാഃ കഥമപ്യഭാന്ധവകൃതാം സ്നേഹപ്രവൃത്തിം ചതാം. ഞാനിത് വായിച്ച് എത്ര നേരം ഭാവാത്മകമായി ഇരുന്നിട്ടുണ്ടെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് ചൊല്ലും ചെയ്യും. അദ്ദേഹം പറയുകയാണ്. എന്താ പറയണത്? അസ്മാൻ സാധു വിചിന്യ സംയമധനാൻ. ദുഷ്യന്തൻ ആദ്യമായി മനസ്സിലാക്കണം, ഈ കുട്ടി ഇത്ര കാലം എൻ്റെ കൂടെ കാട്ടിലാണ് താമസിച്ചത്. ഞങ്ങളുടെ ധനം പണമല്ല, സംയമധനാൻ. സംയമമാണ് ഞങ്ങൾക്ക് ധനം. അപ്പം ഞാൻ ആ കുട്ടിയെ പറഞ്ഞയക്കുമ്പോൾ സ്വർണവും വെള്ളിയും പാത്രവും ഒന്നും ഉണ്ടാവില്ല. എൻ്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അസ്മാൻ, ഞങ്ങളെപ്പോലെയുള്ള മഹർഷിമാരെയും തപസ്വികളെയും സാധുവിചിന്യ നല്ല പോലെ മനസ്സിൽ ഓർക്കണം, പരിഗണിക്കണം. സംയമധനാൻ. സംയമമാണ് ധനം. ഇനി ഞങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം നിർവഹിക്കാൻ തരാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു യാഗമോ മറ്റും കഴിക്കണമെങ്കിൽ അത് രാജാവാണ് തരിക. ഒരു മഹർഷിക്ക് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നാണ് കൊടുക്കുക. കൗസപ്രഭേദേ വരതന്തു ശിഷ്യ എന്നൊക്കെ വർണ്ണനയുണ്ട്. അത് ഞാനിപ്പോൾ പറയാൻ നിൽക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് തരേണ്ടത്. അപ്പം ഞങ്ങളുടെ അടുത്തു നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലല്ലോ. 1. 2 ഉച്ചൈഃ കുലം ച ആത്മനഃ. അങ്ങ് വളരെ ഉന്നത കുലത്തിൽ ജനിച്ചവനാണെന്ന് ഓർക്കണം. ഞങ്ങൾ സംയമധനന്മാരാണെന്നും അങ്ങ് ഉച്ചകുലത്തിൽ ജനിച്ചവനാണെന്നും ഓർമ്മപ്പെടുത്തുക. പിന്നെ ഒരു സംഗതിയും കൂടി നടന്നിട്ടുണ്ട് അവിടെ. അതെന്താ? ഞാൻ മഹർഷിയെ സ്തുതിക്കണോ കാളിദാസനെ സ്തുതിക്കണോ? അത് കണ്ട് വളരെയധികം ഭാവാത്മകത തോന്നുന്ന എൻ്റെ ബുദ്ധിയെ സൃഷ്ടിച്ചു തന്ന ആളെ സ്തുതിക്കണമെന്ന് എനിക്കറിയില്ല. ത്വയ്യസ്യാഃ കഥമപ്യബാന്ധവകൃതാം. ഞാൻ ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ത്വയി അസ്യാഹ
കഥമപ്യബാന്ധവകൃതാം സ്നേഹപ്രവൃത്തിം ചതാം. ഞങ്ങൾ ബന്ധുജനങ്ങളൊന്നും പങ്കെടുക്കാതെ നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹപ്രവൃത്തി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുട്ടി ഗർഭിണിയാവില്ല. നിങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള സ്നേഹപ്രവൃത്തി അതിൽ ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല. എന്ത് നടന്നു, എങ്ങനെ നടന്നു എന്നുള്ളത് മഹാരാജാവിനറിയാം. അത് ഓർമ്മ വെച്ചോളൂ. എന്നിട്ടോ സാമാന്യ പ്രതിപത്തിപൂർവകമിയം ധാരേഷു ദൃഷ്ടാത്വയ. രാജധാനിയിൽ അങ്ങ് കല്യാണം കഴിച്ച പല രാജ്യമാരും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവരെ പോലെ സാമാന്യമായ ഒരു സ്ഥാനം ഈ കുട്ടിക്കും അനുവദിക്കണം എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ഇന്ത്യ. നിങ്ങൾ ഭാരതത്തിനെ വിലയിരുത്തണമെങ്കിൽ ഈ മാതിരിയുള്ള സാഹിത്യത്തിലൂടെ വിലയിരുത്തൂ. സ്വാതന്ത്ര്യം കിട്ടി ഭരണഘടന രൂപീകരിക്കാൻ പുറപ്പെട്ടപ്പോൾ ഒരൊറ്റ ആൾ ഭാരതത്തിൻ്റെ സാഹിത്യ ആയുസ് തേടിയിട്ടില്ല. ബ്രിട്ടീഷുകാർ ഭരിച്ച് കയ്യിലങ്ങോട്ട് തന്ന ഇന്ത്യയാണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും കുറേ ശകലങ്ങളെടുത്ത് കൂട്ടിച്ചേർത്ത് ഒരു അവിയലങ്ങോട്ട് ഉണ്ടാക്കി. അതിലെ ഇന്ത്യയെ മാതൃഭൂമി എന്ന് പോലും പറയുന്നില്ല. മാതൃഭൂമി. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. മാതാ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? നമ്മളെ വയറ്റിലെ ഗർഭത്തിൽ താങ്ങി പ്രസവിക്കുന്നവരെ ഗർഭത്തിൽ താങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ യാതൊരു ഭാരം ചുമക്കേണ്ട ഒരു ചോദ്യം വരുന്നില്ല. അങ്ങനെ അതുപോലെ നമ്മളെ എല്ലാവരെയും അരനിമിഷം പോലും വിട്ടുകളയാതെ ഭാരം താങ്ങി നിൽക്കുന്ന, ശവത്തിന് പോലും ഭാരം, ശവത്തിൻ്റെ ഭാരവും കൂടി താങ്ങി നിൽക്കുന്ന ഭൂമിയാണ് മാതൃഭൂമി. ആർക്കെങ്കിലും ഈ കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് മാതൃഭൂമിയുടെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. പിതൃഭൂമി എന്ന് പറഞ്ഞോളൂ, മാതുലഭൂമി എന്ന് പറഞ്ഞോളൂ, അമ്മായി ഭൂമി എന്ന് പറഞ്ഞോളൂ. ഇന്ത്യ മാതൃഭൂമി അല്ലെങ്കിൽ നിങ്ങളുടെ മാതൃഭൂമി ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രാജ്യത്തിലാണ് അതിർത്തിക്കുള്ളിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി പോകാൻ സാധിക്കുക? ആരുടെ പൗരനാണ് നിങ്ങൾ? എവിടെയാണ് ജനിച്ചു വീണത്? ജനിച്ചു വീണ സ്ഥലം അതിന് വലിയൊരു വിലയുണ്ടല്ലോ, വളരെ വിശേഷപ്പെട്ടതാ. അപ്പം ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ നോക്കൂ, ആ പറയുന്നത് സാമാന്യ പ്രതിപത്തിപൂർവകമിയം ധാരേഷു ദൃശ്യാത്വയാ. എൻ്റെ കുട്ടിക്ക് അധികം പരിഗണന ഞാൻ ആവശ്യപ്പെടുന്നില്ല. രാജാവ് സ്നേഹപ്രവൃത്തി ചെയ്ത് ഗർഭമായിട്ടുള്ളൊരു കുട്ടിയെ അച്ഛൻ പറഞ്ഞയക്കുകയാണ്. ആ കുട്ടിയെ രാജ്യപട്ടം കൊടുത്ത് ബാക്കിയുള്ളവരുടെ കൂടെ ഒന്ന് കാണണം, സമമായിട്ട് കാണണം. നോക്കൂ, ഞാനിങ്ങനെ വെള്ളം പഴയ കാലത്ത് ഒരു കാലത്ത് കുടിച്ചുകൊണ്ടിരുന്നു തിരിശ. അപ്പോൾ ഒരു ആയുർവേദ വൈദ്യൻ പറഞ്ഞു, സ്വാമിജി എന്തിനാണ് ഈ വെള്ളം കുടിക്കേണ്ടി വരണേ? നമ്മുടെ ശബ്ദം അതില്ലാതെ തന്നെ പ്രയോഗിക്കാൻ പറ്റട്ടെ. അന്ന് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത കാലത്ത് കുടിച്ചേ തീരൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇടയിൽ സ്വാമിജി ഇങ്ങനെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സംസാരിക്കരുത്, അരമണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. അപ്പോൾ ആ വെള്ളം കുടിച്ച് ഒരു 10 മിനിറ്റ് നിർത്തണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 10 മിനിറ്റ് ഇല്ല, ഞാൻ കുടിച്ചിട്ട് തുടങ്ങാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്നാ ഒന്ന് കൈ പൊക്കൻ ഉള്ളവരെ. ശരി, നന്നായി, സന്തോഷം. സാമാന്യ പ്രതിപത്തിപൂർവകമിയം ധാരേഷു ദൃശ്യാത്വയാ ഭാഗ്യായത്തമതഃ പരം ന ഖലു തത് വാച്യം വധൂബന്ധുഭി. അവിടുന്ന് നിങ്ങൾ രണ്ടുപേരും ചേർത്തി വയ്ക്കുക എന്നൊരു ചുമതലയേ ഉള്ളൂ. അല്ല, എൻ്റെ ചുമതല ഇവിടുന്ന് പറഞ്ഞയച്ചതോടുകൂടി തീർന്നു. ഇനി ഞാൻ ആ കുട്ടിയെ കാണാൻ പോകുന്നില്ല, ആവശ്യമില്ല. അനാഥയായപ്പോൾ വളർത്തി. അവൾ സ്വബുദ്ധിയോട് കൂടിയിട്ടോ തൻ്റെ ഇടത്തോടോ കൂടി ഒരാളെ കണ്ട് പരിചയപ്പെട്ടു, തമ്മിലൊരു സ്നേഹപ്രവൃത്തി നടന്നു. അത്രയ്ക്കായല്ലോ. അത് വെറും സ്നേഹപ്രവൃത്തി 2 വാക്ക് സംസാരിച്ച് പിന്തിരിയുന്നതല്ല. അതിൻ്റെ ഫലമായിട്ട് അവൾ ഗർഭവതിയായി. ഇനി ഇതിലും മീതെ എന്താ ഉള്ളത്? അപ്പം അത്രയ്ക്കായ ഒരാളെ പിന്നെ ഞാൻ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഭാഗ്യായത്തമതഃ പരം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ
പിന്നെ വരാൻ പോകുന്നതൊക്കെ അവരവരുടെ ഭാഗ്യം പോലെയാണ്. അതിൽ ന ഖലു തദ്വാച്യം വധൂബന്ധുഭി, വധുവിൻ്റെ ബന്ധുക്കൾക്ക് അവിടെ നിങ്ങളുടെ യാതൊരു സ്ഥാനവുമില്ല. കല്യാണം കഴിച്ച് ഭാര്യാഭർത്താക്കന്മാരെ ഒരുമിച്ച് ടിക്കറ്റ് മേടിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യത്തിൽ യാതൊന്നിലും അച്ഛനമ്മമാർ ഇടപെടരുത്. ഈ ന്യായം നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ആലോചിച്ച് നോക്ക്. കല്യാണത്തിന് എന്താ അർത്ഥം? എന്നോട് ഒരമ്മ പറയുക, പെൺകുട്ടി മക്കളും ഉണ്ട് കൂടെ. അവർ എൻ്റെ മകള് ആരെയോ സ്നേഹിച്ച്, അപ്പോൾ അവർ തമ്മിൽ ദേഹസംബന്ധമായ ഇടപാട് നടന്നിട്ടുണ്ടോ ചോദിച്ചപ്പോൾ പെൺകുട്ടി പറയണമുണ്ട് എന്ന്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കല്യാണമാണ് നിങ്ങൾ ആലോചിക്കണേ ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് എന്ത് നടക്കുമോ അത് നടന്നു കഴിഞ്ഞു. പിന്നെ ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അവർ രണ്ടുപേരും പൊക്കോട്ടെ, ജീവിച്ചോട്ടെ. മനസ്സിലായില്ല തോന്നുന്നു ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നോട് കൂടി യോജിക്കുമോ? അവർക്ക് എന്ത് കല്യാണം? നാണാവില്ലേ? കല്യാണം കഴിഞ്ഞ് ചെയ്യേണ്ടതെന്തോ അത് കല്യാണം കഴിക്കാതെ ചെയ്താൽ കല്യാണം കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇനി അവരുടെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ പോയി രജിസ്റ്റർ ചെയ്തോട്ടെ. അതുപോലെ ഈ കണ്വ മഹർഷി പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. അവൾക്ക് 18 വയസ്സോ 20 വയസ്സോ 30 വയസ്സോ എന്ത് പിണ്ണാക്കോ ആയിക്കോട്ടെ. ഇനി ന്യായങ്ങൾ ഇതിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അമ്മ മരിച്ച് 3-ാം ദിവസം ഇറങ്ങിപ്പോണത് വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച ആലോചനയൊക്കെ പ്രായപൂർത്തി വരുന്നതിന് മുൻപ് നടന്നിട്ടുള്ളതാണ്. ആ 3 ദിവസം കൊണ്ട് ഒരു തീരുമാനമെടുക്കാനുള്ള സ്വസ്ഥതയുണ്ടോ? ജഡ്ജിമാർ പോലും ഒരു കേസ് അനവധി തവണയായിട്ടാണ് കേൾക്കണത്. കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ വച്ചു, ആലോചിച്ചു, വികാരങ്ങളൊക്കെ ശമിക്കാനായിട്ട് അനുവദിച്ചു, എന്നിട്ട് എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ന്യായമാണ് വിധിക്കണത് എന്ന് പറയുന്ന കേസസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്താ ഇതിനർത്ഥം? ആ പ്രായപൂർത്തി വരാത്തൊരു കുട്ടി എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തതായി കണക്കാക്കാൻ പറ്റില്ല. 3 ദിവസമേ സമയമുള്ളൂ. ഈ ജഡ്ജിമാർക്ക് വലിയ അധികാരമാണ്, അത് അവർക്ക് പോലും അറിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കിവിടെ പാർലമെൻ്റ് ഉണ്ട്, അസംബ്ലി ഉണ്ട്. പക്ഷേ ഒരൊറ്റ ആൾക്ക് ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാനുള്ള അധികാരമില്ല. അത് ഡിസ്ട്രിക്ട് ജഡ്ജിന് മാത്രമേ ഉള്ളൂ. ഹൈക്കോർട്ട് വേണമെങ്കിൽ അത് തിരുത്താം, സുപ്രീം കോർട്ട് വേണമെങ്കിൽ അത് തിരുത്താം. അവിടെ ജനായത്വവും ഇല്ല, ഭൂരിപക്ഷവും ഇല്ല, ഏകപക്ഷവും ഇല്ല, ഒന്നുമില്ല. ഒരാളുടെ ജീവൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ജില്ലാ ജഡ്ജിക്ക് മാത്രമേ ഉള്ളൂ. ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പോൾ ഒരു ജഡ്ജിൻ്റെ ഹസ്തങ്ങളിൽ എത്ര കണ്ട് നമ്മുടെ ഭാഗ്യം നാം നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവരാലോചിക്കട്ടെ. 18 വയസ്സിന് മുൻപിലാണ് ഈ ഇടപാട് കൂടുതലും നടന്നിട്ടുണ്ടാവുക. അപ്പം അത് പ്രായപൂർത്തി വരുന്നതിന് മുൻപാണ് നടന്നത്. അതിനുശേഷം 3 ദിവസമേ കിട്ടിയിട്ടുള്ളൂ. ആ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് ജനിച്ചിട്ടാണല്ലോ വളർന്നത്, വളർന്നിട്ടാണല്ലോ സ്നേഹവും കാമവും ഉണ്ടായത്. ആ അമ്മ മരിച്ചതിൽ ഒരു ക്ലേശവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനം ശരിയായി സ്വീകരിക്കാൻ പറ്റില്ല. ഈ ഇടപാടുകളൊക്കെ കഴിഞ്ഞ് മനസ്സിന് ശാന്തിയൊക്കെ വന്നതിന് ശേഷം തീരുമാനിക്കുകയാണെങ്കിൽ തീരുമാനിക്കട്ടെ എന്നൊരു ചിന്താഗതി നമ്മുടെ നിയമജ്ഞനും അനുവദിക്കുമോ എന്ന് അവർ ആലോചിക്കട്ടെ. അതല്ലെങ്കിൽ എന്താ? സ്നേഹപ്രവൃത്തിം ചതാം. അവർ രണ്ടാളും കൂടി സ്നേഹപ്രവൃത്തി നടന്നു എന്നുണ്ടെങ്കിൽ അത് കാര്യം വിഷമാണ്. ആ പ്രവൃത്തിയെ നമ്മൾ അന്യഥാകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുവരെയുള്ളതൊക്കെ സമ്മതിക്കാം. ഇതാണ് എനിക്ക് ഒരു കാര്യത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെയുള്ളതിനെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കതൊന്നും കൂടി മനസ്സിലാക്കാനുണ്ട്, ശരിക്കും വ്യക്തമായില്ല. എല്ലാറ്റിനും നമുക്കൊരു ധർമ്മപക്ഷമുണ്ട്. ഭൂരിപക്ഷം, അല്പപക്ഷം, ന്യായപക്ഷം എന്നൊന്നുണ്ട്. ന്യായപക്ഷം ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ജല്ലിക്കെട്ട് സുപ്രീം കോടതി 3 കൊല്ലം മുൻപ് അത് പരമാവധി സുപ്രീം കോടതിയാണ് നിരോധിച്ചത്. അപ്പം അത് പറ്റില്ല എന്ന് പറഞ്ഞ വലിയ ജനാവലി ഒന്നിച്ചുകൂടി അത് നടത്താൻ തീരുമാനിച്ചു. പോയിക്കോട്ടെ. എല്ലാ സംഗതികളും ദൈവേച മാനുഷേ ചെയ്വ സംയുക്തം ലോകകാരണം എന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനെ പറഞ്ഞ് ധരിപ്പിച്ചും കൊണ്ടാണ് ദുര്യോധൻ്റെ അടുക്കൽ അംബാസിഡറായി, ശാന്തിദൂതനായി ചെന്നത്. ദൈവേച മാനുഷേ ചെയ്വ. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, അഹം തു തത് കരിഷ്യാമി പരം പുരുഷകാരത.
ദൈവം തുനമയാശക്യം കർമ്മകർത്തും കഥഞ്ചന. 5000 കൊല്ലം മുമ്പ് എഴുതിയ ഭാരതത്തിലെ വരികളാണ് കൂട്ടരെ ഞാൻ നിങ്ങളോട് പറയണത്. 5000 കൊല്ലം പഴക്കം. ചെല്ലു ചെല്ലു, മനസ്സ് പോട്ടെ. 5000 കൊല്ലം മുൻപ് വ്യാസമഹർഷി കുടീരത്തിൽ താമസിക്കണു. അദ്ദേഹത്തിൻ്റെ മൊഴികൾ ഇലനാര് മുറിച്ച് 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 ഒരു മുഴുത്ത സ്റ്റീൽ പെൻ കൊണ്ടാണ് മുറിച്ചത് നാരുകൾ എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥത്തിലെ വരികളാണ് ഭൂമാനന്ദ സ്വാമി നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. കൃഷ്ണൻ പറയാണ്, അഹം തു തത് കരിഷ്യാമി, ഞാൻ അത് ചെയ്യാം. പരം പുരുഷകാരത, പൗരുഷം കൊണ്ട് ചെയ്യാൻ സാധിക്കാവുന്നതിൻ്റെ മാക്സിമം പരമാവധി ഞാൻ ചെയ്യാം. ദൈവം തുനമയാ ശക്യം കർമ്മകർത്തും കഥഞ്ചന, ആ അമാനുഷമായിട്ടുള്ളൊരു ഭാഗം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ദുര്യോധനൻ എങ്ങനത്തവനാ? സതുധർമ്മം ച ലോകം ച ത്യക്വാ ചരതി ദുർമതി ന ച സന്തപ്യതേ തേന തഥാരൂപേണ കർമ്മണ. ദുര്യോധനൻ എങ്ങനത്തവനാ? ഒരു മര്യാദയും ഒരു മാനവും ഇല്ല. തോന്നിവാസി എന്ന് പറയാറില്ലേ, അതന്നെയാ. തോന്നിവാസിയാ, താൻ തോന്നിത്തം. ധർമ്മം ച ലോകം ച ഹിത്വാ ചരതി ദുർമതി, ധർമ്മപരിഗണനയില്ല. മനുഷ്യരെന്ത് പറയുമോ എന്നുള്ള വിചാരമില്ല. ദുർമതിയായിട്ട് നടക്കുകയാണ്. നച സന്തപ്യതേ തേന, അങ്ങനെ നടക്കുന്നത് കൊണ്ട് ഈ ദുര്യോധൻ്റെ മനസ്സിൽ ഒരു പൊട്ടുപോലും ഒരു മനോവ്യതയോ സംശയമോ ഇല്ല. അങ്ങനെ ഒരാളോട് ഞാൻ ദൗത്യത്തിന് പോയാൽ ഫലം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഫലം പ്രതീക്ഷിക്കരുത്, ഞാൻ പോവാം. നല്ല ഭാഷയിൽ, ഏറ്റവും വിശേഷപ്പെട്ട ഭാഷയിൽ പരമാവധി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ നേട്ടമുണ്ടാവുമെന്ന് മാത്രം ജ്യേഷ്ഠൻ കരുതരുത് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അയ്യോ, കൃഷ്ണൻ്റെ ജീവിതത്തിന് വല്ല തകരാറും വരുമോ എന്നെനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ജ്യേഷ്ഠ അതിനെപ്പറ്റി ആലോചിക്കരുത്. ഈ ഭൂമി മുഴുവനും എന്നെ എതിർക്കാൻ സാധിക്കില്ല. ദാരുകനോട് പറഞ്ഞു, നല്ല കുതിരകളെ പിടിച്ചു കെട്ടു, ആവനാഴിയിൽ നല്ല നല്ല അമ്പുകൾ നിറച്ചു തരൂ, ഞാൻ ദാ പുറപ്പെടട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്. ഇതാണ് ഭാരതം എൻ്റെ പാ. നാം ഭയപ്പെട്ട് ഓടുന്നവരല്ല. ഇപ്പോൾ ജല്ലിക്കെട്ട് ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ, പൂർണ്ണപക്ഷത്തിൻ്റെ പേരിൽ നടത്തി. എന്തുണ്ടായി? ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ 2 പേര് മരിച്ചു എന്ന്. ആസ്പത്രിക്ക് പോണ വഴിയിൽ മരിച്ചു എന്ന്. ഓ, ശാന്തിപൂർവ്വം നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിലിങ്ങനെ മരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ അതിനർത്ഥം? ഭക്തിയുടെ പേരിലാണല്ലോ ശബരിമലയിൽ മരണമുണ്ടായത്. അപ്പോൾ ഭക്തിയുടെ പേരിൽ മരണമുണ്ടായാൽ എന്തു വേണം എന്ന്, ഇവിടെ ഒരു മതഭരണമൊന്നും നമുക്കില്ല. നമുക്കുള്ളത് എല്ലാം കൂടി ഒരു ഭരണഘടനാ ഭരണമാണ്. അപ്പോൾ അവരതിൽ ഇടപെടരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ ജഡ്ജിമാർക്ക് നല്ല അധികാരമുണ്ട്. അവർ ആലോചിക്കണം. സുപ്രീം കോടതിയിൽ ഞാൻ 2 ഇൻ്റർവെൻഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് എന്താണെന്നറിയോ? ഈ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെക്കുറിച്ചാണ് തർക്കം. ഞാൻ അതിനെപ്പറ്റി ഒന്നും അന്വേഷിച്ചില്ല. അതിലത്തെ പ്രധാനപ്പെട്ട ബെഞ്ച് ജഡ്ജി ചോദിച്ചു, വേദകാലത്തിൽ സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നു എന്ന്. ഒറ്റ ആളൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സ് മിണ്ടാതിരിക്കാൻ സമ്മതിച്ചില്ല. നമ്മുടെ ശാസ്ത്രങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് വേദകാലത്തിനെ പറ്റിയും സ്ത്രീകളെ പറ്റിയും എന്നുള്ളതിന് എല്ലാ ഉദ്ധരണികളും കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് ഒരു ഇൻ്റർവെൻഷൻ പെറ്റീഷൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുരാകൽപ്പേ കുമാരീണാം മൗഞ്ചീബന്ധനമിഷ്യതേ. സാവിത്രീ വചനം തഥാ, അതിൻ്റെ ഇടയിലൊരു വരിയുണ്ട്. പുരാകൽപ്പേ മഹർഷീണാം കുമാരീണാം മൗഞ്ചീബന്ധനമിഷ്യതേ.
അധ്യാപനം ച വേദാനാം സാവിത്രീ വചനം തഥാ. ഇതിനർത്ഥം കേൾക്കണോ നിങ്ങൾക്ക്? പണ്ടുള്ള കൽപ്പത്തിൽ കുമാരീണാം, കുമാരികൾക്ക് മൗഞ്ചീബന്ധനമിഷ്യതേ, ഈ ഉപനയന കാലത്ത് പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു വലിയ സാധനമുണ്ട്, അരക്കെട്ടിൽ അരഞ്ഞാൺമാരി 3 തവണ ചുറ്റിക്കെട്ടും. അതിനാണ് മൗഞ്ചീബന്ധനം എന്ന് പറയുക. അതുണ്ടായിരുന്നു. അധ്യാപനം ച വേദാനാം, അധ്യയനം എന്ന് വെച്ചാൽ പഠിക്കൽ, അധ്യാപനം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ. അധ്യാപനം ച വേദാനാം, അവർക്ക് വേദങ്ങൾ വരെ പഠിപ്പിക്കാമായിരുന്നു. സാവിത്രീ വചനം തഥാ, ഗായത്രി ജപിക്കാം. ഇനി എന്ത് വേണം നിങ്ങൾക്ക്? സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്നോ എന്നുള്ള ചോദ്യത്തിന് രാമായണത്തിൽ എഴുതിയിരിക്കണു, ലക്ഷ്മണൻ കാത്തിരിക്കുകയാണ്, സീത നദിയിൽ സന്ധ്യാവന്ദനം കഴിക്കാനായിട്ട് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കണു എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. എന്തു പറയണു അപ്പാ? ചരിത്രം വായിക്കും നിങ്ങൾ. വിദേശികൾ എഴുതിയിട്ടുള്ള ഒരു കുരുടൻ ചരിത്രമുണ്ട് നമുക്ക്. 60 കൊല്ലമായി ഭാരത സ്നേഹത്തോടുകൂടി വിശ്വസനീയമായ ചരിത്രകാരന്മാരെ വിളിച്ച് നമ്മളൊരു ചരിത്രം നിങ്ങൾ എഴുതിയുണ്ടാക്കുമെന്ന് അവരോട് ഏതെങ്കിലും സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? മണ്ണുകൊണ്ട് രാജ്യമുണ്ടാവില്ല, മരം കൊണ്ടും രാജ്യമുണ്ടാവില്ല. മനുഷ്യ ജനതയുണ്ടല്ലോ, ആ ജനത കൊണ്ടേ രാജ്യമുണ്ടാവുള്ളൂ. ആ ജനതയിലും കൂടി ബുദ്ധിയാണ് ഇവിടെ മുൻതൂക്കം. അതാണ് ഇവിടെ എല്ലാറ്റിനെയും തൂക്കുന്നത്. ജ്ഞാനമാണ് പരമം, അതിൽ മീതെ ഒന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പെറ്റീഷൻ കൊടുത്തു. വേദകാലത്ത് ഞാൻ പറയും, നമ്മളിതിൽ പങ്കുചേരുന്നില്ല, ഞങ്ങൾക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ. ജഡ്ജി ചോദിച്ചു, പഴയ കാലത്ത് സ്ത്രീകളുടെ നില എന്തായിരുന്നു എന്ന്. അതുമാത്രമല്ല, ഈ തീരുമാനമെടുക്കുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയുടെ കാര്യങ്ങൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് തീരുമാനമെടുത്താൽ ഭാരതത്തിനോടുള്ള കൂറും കടപ്പാടുമാവില്ല. ഭരണഘടന എത്ര കൊല്ലം മുമ്പുണ്ടായതാ? 70 കൊല്ലം മുൻപുണ്ടായതാ. കുറച്ച് ആൾക്കാർ ചിന്തിച്ചു, പെട്ടെന്ന് അത്രയേ ഉള്ളൂ. അവർ പഠിച്ചതൊക്കെ അക്കാഡമിക് എഡ്യൂക്കേഷനാണ്. എല്ലാവരും പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവരാണോ എന്ന് എനിക്കറിയില്ല, അല്ല എന്നാണ് തോന്നുന്നത്. പലരെ ഇവിടുന്ന് പെറുക്കി ഉണ്ടാക്കി. അവർ രാഷ്ട്രഭരണ വിദഗ്ധന്മാരാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും അവരാണ് എഴുതിയുണ്ടാക്കിയത്. ആ ഭരണഘടനയിൽ നാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള മൂല്യങ്ങളോ സത്വസിദ്ധാന്തങ്ങളോ ഉണ്ടല്ലോ. നമ്മുടെ ശാസ്ത്രങ്ങളിലുള്ള സിദ്ധാന്തങ്ങളുടെ 3 വാക്ക് ഉപയോഗിക്കാൻ ഞാൻ. തത്വമൂല്യ സിദ്ധാന്തം. ആ തത്വമൂല്യ സിദ്ധാന്തങ്ങളുടെ 0.01% ഉള്ളൂ ഭരണഘടനയിൽ. ആ ഭൂമാനന്ദസ്വാമി ഇത് പറയും. ഒരാൾക്കും തടുക്കാൻ പറ്റില്ല. അപ്പോൾ പരിമിതമായിരിക്കുന്ന ഭരണഘടനാ സിദ്ധാന്തങ്ങളെ മാത്രം വെച്ചുകൊണ്ട് സംസ്കാര കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടില്ല. ധർമ്മമാണ് ഇവിടെ പ്രധാനം. ക്ഷേത്രങ്ങൾ നമ്മൾ കെട്ടിയതാണ്, മനുഷ്യനിർമ്മിതമാണ് ക്ഷേത്രങ്ങൾ. ഒരു ദേവനും ക്ഷേത്രം കെട്ടിയിട്ടില്ല. ആ കല്ലിനെ ദൈവമാക്കുന്നത് തന്ത്രിയാണ്. ആ തന്ത്രി ഉപയോഗിക്കുന്നത് മന്ത്രമാണ്. ആ മന്ത്രം മനുഷ്യമുഖത്തിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും നിർഗളിച്ചതാണ്. ഏത് മന്ത്ര ദൈവം പറഞ്ഞു കേട്ടിട്ടുള്ളത്? ഒന്ന് പറയൂ. പാണിനി ശിവനെക്കുറിച്ച് തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ടു, ഉടുക്ക് വായിച്ചു. ആ ഉടുക്ക് വായിച്ചത് ആ ഈ ഉൺ എന്നാണെന്ന് പറഞ്ഞതാരാ? പാണിനിയാ. ശിവൻ പറഞ്ഞില്ല. നിങ്ങളിത് കേൾക്കുന്നുണ്ടാവോ ഞാൻ പറയണത്? ഒന്ന് കേൾക്കുന്നുണ്ടോപ്പാ? ഒന്ന് ഉണരട്ടെ, നിങ്ങളുടെ മനസ്സ് ബുദ്ധി ഒന്ന് ഉണരട്ടെ. ക്ഷേത്രത്തിൻ്റെ ഡിസൈൻ, ബിംബത്തിൻ്റെ അളവ് എല്ലാം നമ്മൾ നിശ്ചയിക്കുന്നതാണ്. ശില്പി കൊത്തിയുണ്ടാക്കിയ കല്ലിനെ കല്ലായിട്ട് ജഡമായി കൊണ്ടുവന്നു, ചവിട്ടി പിടിച്ച് ഉളി വെച്ച് ടക്ക് 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 എന്ന് പറഞ്ഞിട്ടാണ് ബിംബം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ബിംബത്തിനെ, ചവിട്ടിയിരുന്ന ബിംബത്തിനെ കൊണ്ടുവന്ന് അതിന് ക്ഷീരാധിവാസവും ധാന്യാധിവാസവും ഒക്കെ കഴിഞ്ഞ് തത്വകലശ പൂജയൊക്കെ കഴിഞ്ഞ് അംഗോപാംഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഇതിപ്പോൾ ദൈവമായി നിങ്ങൾക്ക് ആരാധിക്കാമെന്ന് തന്ത്രിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ കല്ലോ മീതെ അതോ മനുഷ്യൻ്റെ മനസ്സും പ്രവൃത്തിയും ഓ മീതെ എന്ന് ഈ സദസ്സ് എന്നോട് ഇപ്പോൾ പറയണം. കല്ലിനെ ദൈവമാക്കിയതാരാ? എന്താ ഒരു മിണ്ടാണ്ടിരിക്കണേ? എന്താ നിങ്ങൾ മിണ്ടാണ്ടിരിക്കണേ? നവീകരണ സമയത്ത് ബിംബം എടുത്ത് പരിശോധിക്കണം എന്ന് വരുമ്പോൾ എന്താ ചെയ്യണത്? ആ ബിംബത്തിനെ പുഴക്കിയെടുക്കുന്നതിന് മുൻപ്, ജീവകലശം തയ്യാറാക്കുന്നതിന് മുൻപ് തന്ത്രി 4 ഭാഗത്തും പ്രദക്ഷിണം വെച്ച് ഉപരിദേവതകളോട് സമ്മതം മേടിക്കുകയാണ്.
സമ്മതം മേടിക്കുക. തന്ത്രിമാർക്ക് കണ്ണിന്ന് വെള്ളം വരും അത്രേ. സമ്മതം മേടിച്ച്, ബ്രാഹ്മണരുടെ സമ്മതം മേടിച്ച്, ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥന്മാരോ ഭരണാധികാരികളോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തു നിന്നും സമ്മതം മേടിച്ചിട്ടാണ് തന്ത്രി തന്നെത്താനെ ചെയ്യണം ആ കർമ്മം. ക്ഷേത്രത്തിൻ്റെ പുറം മതിലിൻ്റെ പുറം ചുറ്റളവ് വരെ നീണ്ടുകിടക്കുന്ന ആ ചൈതന്യമുണ്ടല്ലോ, ആ ശരീരം, അതിനെ ആ മതിൽക്കെട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് ചുരുക്കി 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 കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? സങ്കല്പം കൊണ്ട്, ധ്യാനം കൊണ്ട്, മനോവൃത്തികൾ കൊണ്ട്, മനസ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് അതിങ്ങനെ കൊണ്ടുവന്ന് 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 ഒരു നാളം ജ്വലിക്കുന്നത് പോലെ മനസ്സിൽ തോന്നി അവിടുന്ന് ഞങ്ങളുടെ എടുത്ത് ആ കലശത്തിലേക്ക്, ജീവകലശത്തിലേക്ക് ആവാഹിച്ച് അവിടെ ഇടുക. ഇങ്ങനെ മിനിമം 3 തവണ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ തന്ത്രിക്ക് തൃപ്തി വരണം. അദ്ദേഹത്തിൻ്റെ തൃപ്തിയാണ് അവിടെ പ്രമാണം. ഇപ്പോൾ ഒരു ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി ഒരാളോട് പറയുക, താങ്കൾ ഒന്ന് മാറിയിരിക്കണം ഇവിടുന്ന്, ഞാൻ ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പോവാ, ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് പ്രവേശിച്ചോളൂ എന്ന് പറയുന്ന മാതിരി ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് വലിയ വിഷമം. എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ആ പരബ്രഹ്മത്തോട് നമ്മൾ ബിംബത്തിൽ നിന്ന് എണീറ്റ് ഇടുങ്ങിയ ഒരു കലശത്തിൽ ഇരിക്കാൻ പറയണമല്ലോ എന്ന് പറഞ്ഞൊരു വിഷമം നമുക്കുണ്ട്, അവർക്കുണ്ടാവും. അങ്ങനെ ചെയ്തതിന് ശേഷം പറയാണ്, അത് ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളതിന് എന്താ തെളിവ്? കാലുകൊണ്ട് ആ ബിംബത്തിന് ഒരു ചവിട്ടി അങ്ങോട്ട് തള്ളാൻ പറ്റണം തന്ത്രിക്കാന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോപ്പാ? എന്താ അതിനർത്ഥം? ഞാൻ ഒരവസരത്തിൽ ഈ പ്രതിഷ്ഠാ നവീകരണം, ഈ കാര്യങ്ങളൊക്കെ കുറിച്ചയച്ച് പേപ്പേഴ്സ് സുപ്രീം കോർട്ടിലുണ്ട്. ആ ജഡ്ജിമാരത് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ക്ഷേത്രാരാധനയെ വളരെയധികം മുറുക്കി പിടിക്കുന്നവനാണ് ഞാൻ. ഈ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോട് താല്പര്യം കൂടുതൽ വേണം. എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ ഞാൻ ഈ ബിംബത്തിലേക്ക് വരാനായിട്ട് ക്ഷണിക്കണു, എൻ്റെ ക്ഷണം സ്വീകരിക്കണേ. എന്തിനു വേണ്ടി? സാധാരണ മനുഷ്യർക്ക് ആരാധിക്കാൻ വേണ്ടി. അവരോട് ഈ വലിയ ആശയം പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഒരു പിടിപാടും കിട്ടില്ല. അതുകൊണ്ട് അങ്ങ് വരണം. ഏതുപോലെ? വേർക്കണു നല്ല പോലെ. ഒരു വിശറി എടുത്ത് ഇങ്ങനെ വീശുമ്പോൾ വരണത് എന്താ? കാറ്റാണ്. ആ കാറ്റ് മുമ്പും അവിടെ ഉണ്ടായിരുന്നു. പരന്നു കിടക്കണ കാറ്റ് വേർപ്പാറ്റാൻ പോരാ. അതുകൊണ്ട് വിശറി എടുത്ത് ഇങ്ങനെ വീശുന്നത് പോലെ ഞാൻ അങ്ങയോട് ഈ ബിംബത്തിലിരിക്കാൻ പറയുകയാണേ, എൻ്റെ പറച്ചിൽ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പ്രതിഷ്ഠ നടക്കാൻ പോണത്. അതും പോരാ, കേട്ടോളൂ. വേണ്ടതുപോലെ ചടങ്ങൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ തന്ത്രിമാരുടെ സ്വന്തം ഉള്ളിലുള്ള മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആ ആന്തരമായ ജീവൻ്റെയും പ്രഭാവമാണല്ലോ അങ്ങോട്ട് കൊടുക്കണത്. അത് വലിയൊരു ചെലവാണ്. ആ ചെലവ് കൊണ്ട് തന്ത്രിമാരുടെ ആധ്യാത്മിക തൂക്കം കുറയണു, സ്റ്റോക്ക് കുറയണു. പിറ്റേ ദിവസം മുതൽക്ക് ഗായത്രി 1008 വീതം ജപിച്ച് ആ നഷ്ടപ്പെട്ടു പോയ, ഉപയോഗിച്ചു പോയ സമ്പത്ത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി അവരവരുടെ ഗൃഹത്തിൽ അവർ തപസ് ചെയ്യണം. തപസ് ചെയ്യാതിരുന്നാൽ പറ്റില്ല. അവരുടെ ചൈതന്യമാണ് ഈ കല്ലിന് കൊടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ച് തേമാനം വരും. നിത്യപൂജ കൊണ്ട് നടക്കില്ല. അതാണ് 12 കൊല്ലം കൂടുമ്പോൾ പുനരുദ്ധാരണം എന്ന് പറയുന്നതല്ല, നവീകരണം എന്ന് പറയുന്ന ഒരു ചടങ്ങ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ നിങ്ങൾ എന്തു പറയണു? നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ശൂന്യമല്ല. ശാസ്ത്ര സംസ്കാരമാണ്. നമുക്ക് ശാസ്ത്ര സംസ്കാരം എന്ത് വിഷയത്തെ എടുത്താലും അതിനെ നല്ല പോലെ പരിശോധിച്ച്. ഞാൻ ഇന്നലെ മിനിയാന്ന് പറയായിരുന്നു, ശ്രീകൃഷ്ണൻ ഗീതയിൽ ഭക്ഷണത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഈ ബുദ്ധിമാന്മാരെ മുഴുവനും നമ്മുടെ ശാസ്ത്ര സമ്പത്തിൻ്റെ വൈഭവം മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ അവർ നോക്കണം എന്നുള്ളൊരു വിചാരമാണ് ഈ 60 കൊല്ലമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞു ആയുർവേദത്തിനെ പറ്റി ഒന്ന് നോക്കണമെന്ന്. അപ്പോൾ അതൊരു റിസർച്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിലൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, ഇല്ല ഇന്നതാണ് കാര്യങ്ങളെന്ന്. എത്രയധികം ചിന്താഗതിയാണ് അവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ആശ്രമത്തിൽ ഒരു ആയുർവേദിക് ഡോക്ടർ വന്നു. അദ്ദേഹം പറയാണ്, എൻ്റെ സബ്ജക്റ്റ് കാർഡിയോളജിയാണെന്നൊരു PhD കാരൻ ധർമ്മപാലൻ. അതുപോലെ നെഫ്രോളജി, യൂറോളജി, ലിവർ, പാൻക്രിയസ് എല്ലാറ്റിനും സ്പെഷ്യലൈസേഷൻ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിലുണ്ടെന്ന് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാക്കിയത്. ഞാനൊരു കാർഡിയോളജി സ്പെഷ്യലിസ്റ്റാണെന്ന് പറയുന്നു. എൻ്റെ കൂട്ടരെ നമ്മുടെ സർക്കാർ അവരുടെ ആ കുരുടത്വം വിട്ട് എപ്പോഴാണ് അവർക്ക് കണ്ണ് കാണുക എന്ന് എനിക്കറിയില്ല. എത്ര വിശേഷപ്പെട്ടതാണ്.
ഞാനിപ്പോൾ ഇത് എന്തിനാ പറഞ്ഞതെന്നറിയോ? പ്രസ്ഥാനത്രയം അതും കൂടി പറഞ്ഞ് നിർത്താം. അതെന്താ? ഉപനിഷത്തുകൾ ഭഗവത്ഗീത. ഉപനിഷത്ത് ശ്രുതിയിൽപ്പെട്ടതാണ്, പറഞ്ഞു കേട്ട് വന്നതാ. ഭഗവത്ഗീത സ്മൃതിയിൽപ്പെട്ടതാ, എഴുതി ഉണ്ടാക്കിയത്. ബ്രഹ്മസൂത്രോ യുക്തിയാണത്. അവിടെ റീസൺ ആൻഡ് റാഷണാലിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രുതി, സ്മൃതി, യുക്തി, ഈ മൂന്നെണ്ണാണ് നമ്മുടെ പ്രസ്ഥാനത്രയം. അതിലെഴുതി വെച്ചതാണ് നമുക്ക് പ്രമാണം. വേറെയുള്ള പ്രമാണങ്ങളൊക്കെ അതിൻ്റെ താഴത്താണ്. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കൂ. വി ഹാവ് ഗോട്ട് ഡോക്യുമെൻറ്റഡ് വെർഷൻ. എന്തെങ്കിലും ഒരു പുസ്തകമുണ്ടെങ്കിൽ അതിനൊരു ഓഥർ, ഒരു എഴുത്തുകാരൻ, ഒരു രചയിതാവ് ഉണ്ടാവണം. അതുപോലെ രാമായണം എഴുത്തുള്ളപ്പോൾ ഒരു വാൽമീകി വേണം, അല്ലെങ്കിൽ ആരോ ഒരാളാവട്ടെ. നമ്മുടെ രാജ്യത്തുള്ളവർ എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥം. ആ സമയത്ത് ഇവിടെ മതമില്ല, ഉണ്ടായിരുന്നില്ല. നമുക്ക് മതമൊട്ട് വേണ്ടേനും. നമുക്ക് വേണ്ടത് ധർമ്മമാണ്. ആ ധർമ്മം മനസ്സിനും ബുദ്ധിക്കും വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, ഐ ഓൾവേസ് സേ, any kind of a value, if you explain it properly to anyone, either the reader or the listener will immediately respond to with a twofold persuasion. What is that? An emotional persuasion and a rational compulsion. Emotional persuasion from the mind and rational compulsion from the intelligence. മനസ്സിൽ നിന്ന് വൈകാരികമായ ഒരു സമ്മതം, ഒരു നിർബന്ധം, ബുദ്ധിയിൽ നിന്നോ യുക്തിസഹമായിരിക്കുന്ന ഒരു തീരുമാനം. ഇത് രണ്ടും ഉണ്ടാവും. അതല്ലാതെ ഇവിടെ ഒരു വാല്യൂ ഇല്ല നമുക്ക്. അപ്പം നമ്മുടെ വാല്യൂവിനെ ഹിന്ദു വാല്യൂ എന്ന് പറയണ്ട, മാക്സിമം ഭാരതത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞോളൂ. ഇതാണ് ശരിയായ സത്യം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയണു. തത്കാലം ഞാൻ നിർത്താം. നാളെ മുതൽക്ക് നമ്മൾക്ക് അഷ്ടാവക്ര സംഹിത മാത്രമായിരിക്കും സംസാരിക്കുക. അത് എവിടെ നിർത്തിയോ ആ നിർത്തിയത് മുതൽക്ക് തുടങ്ങും. നമ്മൾ നിർത്തി വച്ചിരിക്കുന്നത് 2-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ 2-ാം അധ്യായത്തിൽ 16 മുതൽക്കാണ് നാളെ സംസാരിക്കുക, നമ്മൾ ചിന്തിക്കാവുന്നത്. എനിക്ക് കുറച്ചൊരു ഉത്കണ്ഠയൊക്കെ ഉണ്ട്. എന്താ, ഞാൻ ആ അഷ്ടാവക്ര സംഹിതയിലെ ശ്ലോകം എടുത്ത് അങ്ങോട്ട് പറയാൻ പുറപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണേ. ഒരാൾ കുറഞ്ഞാൽ എനിക്ക് മൗഢ്യ. അതിസൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. ദൈവത്തിനൊക്കെ എടുത്ത് ഇങ്ങനെ അമ്മാനെ ആടും. നമ്മുടെ മതങ്ങളൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടണം. 2 പേര് തമ്മിൽ സംസാരിച്ചതാണ്. ഒന്ന് മഹാരാജാവ്, വളരെ കീർത്തിപ്പെട്ട ആൾ. പിന്നെ ഒരാളോ 8 വളവുള്ള ഒരു മഹർഷി. അവർ 2 പേരും തമ്മിലുള്ള സംസാരം ആലോചിച്ച് നോക്കണം നിങ്ങൾ. അന്ന് മഹാരാജാവിൻ്റെ സദസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു തടസ്സവുമില്ലാതെ കിടന്നു പോവാൻ മഹർഷിമാർക്ക് അവകാശം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എത്ര കടമ്പ കയറണം? ഒന്ന് പോകാൻ പറ്റുമോ? പറ്റില്ല. സ്വാതന്ത്ര്യമൊക്കെ കുറവാ. സ്വാതന്ത്ര്യം ഇല്ല. എവിടെ പോകണമെങ്കിലും അവിടെ തടസ്സം, ഇവിടെ തടസ്സം, അവിടെ സർട്ടിഫിക്കറ്റ്, ഇവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെയാ. അപ്പോൾ ശരിയായ സ്വാതന്ത്ര്യമൊന്നും നമുക്കുണ്ടെന്ന് വിചാരിക്കരുത്. അങ്ങോട്ട് കയറി സദസ്സ് നിർത്തി, അഷ്ടാവക്ര മഹർഷി കയറി പോകുമ്പോൾ എല്ലാവരും ചിരിച്ചു. അത്രേ ചിരിച്ചപ്പോൾ അഷ്ടാവക്രനും ചിരിച്ചു. അപ്പോൾ ജനകൻ അതിബുദ്ധിമാനാ. എൻ്റെ സദസ്സ് ചിരിച്ചത് ഇദ്ദേഹത്തിൻ്റെ 8 വളവുള്ളവരെങ്ങനെ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അത് കണ്ടിട്ട് പരിഹാസ രൂപത്തിൽ, അല്ല എന്തോ ഒരു ഇത് കണ്ട് ചിരിക്കുന്നില്ലേ, ജല്ലിക്കെട്ടൊക്കെ കണ്ട അതുപോലെ അങ്ങനെ ചിരിച്ചു അവർ. അപ്പോൾ ഇദ്ദേഹവും ചിരിച്ചപ്പോൾ അങ്ങ് എന്തിനാ ചിരിച്ചേ എന്ന് ചോദിച്ചു. അത്രേ ജനക മഹാരാജാവ് പേര് കേട്ടവനാ. അദ്ദേഹത്തിൻ്റെ സദസ്സും അപ്പം അതുപോലെ നല്ലവരായിരിക്കണം. ആ സദസ്സിലേക്ക് ഞാൻ ജന്മനാ ഉള്ളൊരു 8 വളവോടുകൂടി വന്നു. അത് കണ്ടിട്ട് ചിരിക്കാൻ മാത്രമുള്ള തൻ്റെ ഇടമേ ഉള്ളൂ ഈ സദസ്സിന് എന്ന് വെച്ചാൽ, ഈ സദസ്സിൻ്റെ ഉപദേശം കേട്ടിട്ടാണോ എൻ്റെ ജനക മഹാരാജാവ് കാര്യങ്ങൾ നടത്തണേന്ന് എനിക്ക് തോന്നി ചിരി വന്നു. എന്താ പറയണേ നിങ്ങൾ പറയൂ? ഇന്ത്യ ഒന്നിനും കൊള്ളാത്ത ആ ഒരൊറ്റ പറച്ചിലാണ് ജനകനെ കാക്കൽ ഒഴിയിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയിപ്പിച്ചത്. ഇതാണ് നമ്മുടെ ഭാരതം. നമുക്ക് തത്കാലം നിർത്താം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ശരി. കർത്തവ്യമസ്തി ന മമേഹന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ
സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരി ഓം തത്സത്. ഒരു സമാപനമായിട്ടുള്ള ഓങ്കാരം എല്ലാവരും കൂടി ജപിച്ച് നമുക്ക് നിർത്താം. ഇതാ കണ്ണടച്ച് അതിനുള്ള ആസനം ഇരിപ്പങ്ങോട്ട് ശരിയാക്കിക്കോളും. ഇതാ കൂടെ ഓ ഞാൻ എല്ലാവരെയും മനസ്സ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത്ര വിവേകമുണ്ടാവട്ടെ. ഭാരതാംബയോടും ഭാരത സംസ്കാരത്തോടും വലിയ കൂറും കടപ്പാടും തോന്നട്ടെ. അത് ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ നിങ്ങൾ ഗൃഹം ഭരിക്കൂ, രാജ്യം ഭരിക്കൂ, വിദ്യാലയങ്ങളിൽ പഠിപ്പ് നടക്കട്ടെ. ഭാരതം എന്നും സമ്പദ് സമൃദ്ധമാവണം. അതേപോലെ സഭ്യതാസമൃദ്ധവുമാവണം. ഇതാണ് നമുക്ക് ആവശ്യം. ശരി.